മരണകരമായ പാപത്തിൻ്റെ പ്രതിവിധി, ദ റെമഡി ഫോർ ദ ഡെഡ്ലി സിൻസ്. ഇത് ഒരു വിശുദ്ധൻ പറഞ്ഞത് കേട്ടിട്ടാണ്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഇത് പറഞ്ഞു. അത് ദൈവത്തിൻ്റെ ആത്മാവ്, ഞാനത് ഏകദേശം അതേപോലെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് ഭംഗിയായിട്ട് ഒരാൾ പറയുന്ന കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് തൊടും. പിന്നെ എന്തിനാണ് ഇത് കേൾപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ പാപബോധം ഉണ്ടാക്കാനാണ്. അല്ലാതെ നമുക്കിതറിയാം അല്ലെ ഭംഗിയായിട്ട് പറഞ്ഞു എന്നുകൊണ്ടല്ല, ശുദ്ധീകരണം ആവശ്യമുണ്ട്. നമ്മുടെയൊക്കെ പേര് കർത്താവ് അവൻ്റെ നെഞ്ചിൽ എഴുതി കഴിഞ്ഞതാണ്. നമ്മളിൽ ഈ പാപം വാഴാനൊക്കത്തില്ല, എൻ്റെ തലമുറയിലൊക്കത്തില്ല, തലമുറകളിലൊക്കത്തില്ല. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഉപവസിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം അഴിച്ച് മാറ്റിയേ ഒക്കത്തുള്ളൂ. ശുദ്ധരാകാൻ നമ്മൾ അന്യോന്യം സഹായിക്കുക. ഈ പാപങ്ങളിൽ ഏതാണ് ഏറ്റക്കുറച്ചിലുണ്ടെന്നേ ഉള്ളൂ, എല്ലാവരിലും ഉണ്ടിത്. അപ്പം നമ്മളിൽ പാപബോധം വന്നിട്ട് നമ്മൾ കർത്താവിനോട് ക്ഷമ ചോദിക്കണം. നമ്മളിൽ എല്ലാവരിലും അഹങ്കാരമുണ്ട്. അതായത് 7 ആദ്യം പറഞ്ഞത് പ്രൈഡാണ്, അഹങ്കാരം. പിന്നത്തെ അസൂയ, കോപം, മടി, ദ്രവ്യാഗ്രഹം, ഗ്ലട്ടണി അല്ലെങ്കിൽ അമിതമായ ഭക്ഷണം, ലസ്റ്റ്, ലൈംഗികമായ ആസക്തി. എല്ലാത്തിനും വേണ്ടാത്തതായ ചിന്തകളാണ്. ഇതിനൊക്കെ പ്രതിവിധി ദൈവം തമ്പുരാൻ തന്നെ പറഞ്ഞിരിക്കുന്നതിന് 7 സ്വർഗീയ സദ്ഗുണങ്ങൾ അല്ലെങ്കിൽ ഹെവൻലി വെർച്യൂസ് എന്നാണ് പറയുന്നത്. ദ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് നമ്മൾ മനസ്സിലാക്കണം ഈ ഭാവമെല്ലാം നമുക്കുണ്ട്. അപ്പം നമ്മൾ ഒരു ചെത്തിപ്പടിപ്പാക്കൽ ഇവിടെ ആവശ്യമാണ്. കാട്ടത്തിയെ വെട്ടിമാറ്റി വെച്ച് നല്ല ഒലിവ് വൃക്ഷത്തിന്മേലോട്ട് കെട്ടി അതിൻ്റെ ശിഖരം, മുകളിലുള്ള ഒരു ശിഖരം ഞാൻ വെട്ടിമാറ്റി അത് നല്ല അത്തിയോട് കെട്ടിവെക്കുകയാണ്. പിന്നെ കാട്ടുമുന്തിരിയെ അതിൽ നിന്ന് വെട്ടിമാറ്റി, നമ്മളെല്ലാം ദൈവത്തെ അറിയാത്തവരായിരുന്നു, അവരത് പിടിച്ചു മാറ്റിയിട്ട് നല്ല മുന്തിരിയാവുന്ന ക്രിസ്തുവിലേക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുകയാണ്. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇതാരെയും കുറ്റം പറയാനല്ല, നമ്മളത് മനസ്സിലാക്കിയെടുക്കണം. അപ്പം നമ്മൾ എവ്രി സിൻ വിച്ച് ഈസ് റിയലി ട്രബിളിങ് അസ്, വി നീഡ് ടു പ്ലീഡ് ദ ബ്ലഡ് ഓഫ് ജീസസ്. കർത്താവിൻ്റെ രക്തത്താൽ തന്നോട് ആദ്യ ഭർത്താവ് എന്നിൽ ഏത് പാപമാണ് ഭരിക്കുന്നത്, ഈ 7 പാപങ്ങളിൽ ഏതാണ് എന്നിൽ ഉണ്ടെന്നുള്ള സംശയമില്ല, അത് ഏറ്റക്കുറച്ചിലാണെന്നേ ഉള്ളൂ. ഈ പാപം ഭരിക്കുന്നതിന് എനിക്ക് വെളിപ്പെടുത്തി തന്നാൽ ഞാനത് അഴിച്ചു മാറ്റി നിൻ്റെ വിശുദ്ധ രക്തം കൊണ്ട്. അപ്പം നമ്മളെ പുതിയ വ്യക്തികളാക്കാൻ വേണ്ടിയാണ്. അതാ പറയുന്നത്, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്താൽ. നമ്മൾ കർത്താവിൻ്റെ രക്തത്തോട് കഴുകിയേച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെയും മക്കളെയും നമുക്കുള്ളൊരു അപ്പച്ചൻ്റെ അരയ്ക്ക് അപ്പച്ചൻ്റെ ബെൽറ്റിനോട് കെട്ടി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടിട്ട് വേണം ഈ പ്രതിവിധികൾ അല്ലെങ്കിൽ തലമുറകളുടെ മേൽ കൃപ അയക്കാൻ തക്കവണ്ണം ദൈവം ഇതിന് പ്രതിവിധി തരിക. ഒന്ന്, പ്രൈഡ്, അഹങ്കാരത്തിന് താഴ്മയാണ് അതിന് ഓപ്പോസിറ്റ്. നമ്മളെ തന്നെ സ്വയമായിട്ട് അറിയണം, എനിക്ക് ഈ ബലഹീനതയുള്ളവനാണ്. അതാണ് ഈ പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും ലൂക്കോസിൻ്റെ സുവിശേഷം 18:9-14 അവർ 2 പേരും വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. അപ്പം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പരീശൻ തന്നെത്താനെ അങ്ങ് പൊക്കി പറയണം, ഞാനത് ചെയ്തു. പലരും കണ്ടിട്ട് ഞാനത് ചെയ്തു, അവർക്കത് പറയാനാണ്. ഈ സാക്ഷ്യം പറയുമ്പോൾ കണ്ടിട്ടുണ്ട്, ഞാനത് ചെയ്തു, ഞാൻ അവരെ കൊണ്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ അറിയാമായിരുന്നു. അവരൊക്കെ പറയും, ഞാൻ പലപ്പോഴും ചോദിക്കും എന്തൊരു സാക്ഷിയാണ്, ദൈവത്തെ അല്ല അവർ പോഴ്ത്തുന്നത്, എനിക്കറിയാവുന്നു, അത് വന്നു ഇവർ വന്നു. ദൈവത്തിന് മഹത്വം എല്ലാവർക്കും കൊടുത്തിട്ട് എന്ത് കാര്യം നേടാണ്. ബി ഹമ്പിൾ, ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരാകുക. കർത്താവ് പോലും ഫിലിപ്പിയർ 2-ാം കർത്താവ് ദാസരൂപമെടുത്ത് മനുഷ്യനായി വിളങ്ങിയെന്ന ക്രൂശോളം തന്നെ താഴ്ത്തി. അതുകൊണ്ടാണ് സകല നാമത്തിനും മേലായ നാമം, അതായത് താഴ്മ ഉണ്ടോ, മേലായ നാമങ്ങൾ സകല ലോകത്തിലുള്ള സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലുള്ളവർ ഈ കർത്താവിന് മുമ്പിൽ മുട്ടുമടക്കി ഒക്കത്തുള്ളന്നേ. അങ്ങനെ ചെയ്ത ഒരാളില്ല ഈ ഭൂമിയിൽ, സ്വർഗത്തിലും ഇല്ല, ഭൂമിയിലും ഇല്ല, പാതാളത്തിലും ഇല്ല. ഈ സത്യങ്ങൾ അറിയണം. രണ്ടാമത്തേത് അസൂയ, ഓപ്പോസിറ്റ് ആർദ്രതയായുള്ളൊരു ഹൃദയം. അതായത് മറ്റുള്ളവരോട് കുശുമ്പ് തോന്നിക്കുന്നതിന് പകരം അവർക്ക് ആ നന്മ ചെയ്ത ദൈവം, ഈസിയായിട്ട് നമുക്ക് ചിന്തിക്കാൻ, അവർക്ക് നന്മ ചെയ്ത ദൈവം എനിക്കും നന്മ ചെയ്യുന്നു എൻ്റെ സമയമാകുമ്പോൾ. അവരെ നന്മയിൽ ഞാൻ സന്തോഷിക്കാൻ, അവരെ അവരെ ഒന്ന് അഭിനന്ദിക്കാൻ ഉള്ള ഹൃദയം എനിക്ക് തരണം. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കി, അത് നമുക്ക് അനുഗ്രഹമാക്കി മാറ്റും. ദൈവം നമ്മുടെ കൂടെ നിൽക്കുകയാണ്. കർത്താവ് നമ്മളെ ഈ അകത്തേക്ക് നോക്കുകയാണ്, നമ്മുടെ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ളൊരു നന്മ ഹൃദയം. അത് ചിലർ നമ്മൾ ചെന്ന് നമ്മളെ കാണാത്ത പോലെ അങ്ങ് മാറും. അത് കണ്ടൊന്ന് നോക്കി ഹലോ പറഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പോയപ്പോൾ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അവർ പറയായിരുന്നു, സഹോദരന്മാർ തമ്മിൽ മിണ്ടത്തില്ല, ഇവർ സഹോദരി സഹോദരൻ ഒന്നിച്ചു കൂടി. ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയുണ്ട്, അവർ മിണ്ടിയൊന്നും ഇല്ലെന്ന് പറയാം. ഐ വാസ് ഫീലിംഗ് റിയലി സാഡ്. നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ അന്യോന്യം മിണ്ടാനൊക്കുന്നില്ല എന്ന് പറയുന്ന സങ്കടമല്ലേ. അതൊന്നും ഒരിക്കലും ഉണ്ടാകരുത്. അത് അസൽ പിശാചിൻ്റെ സ്വഭാവം. നമ്മൾ എന്നാ ജസ്റ്റിഫൈ ചെയ്താലും നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് മിണ്ടാൻ നോക്കുക, അവർ മിണ്ടുന്നില്ലെങ്കിൽ അത് വേറെ കാര്യം.
മിണ്ടാൻ നമ്മൾ ഓപ്പണാണ്. ബിക്കോസ് നമ്മളെല്ലാം ഒരു കുടുംബം, അത് ദൈവികമായ ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്. അന്യോന്യം ക്ഷമിക്കുക. ബലഹീനതയില്ലാത്ത മനുഷ്യരില്ല. ക്ഷമിക്കുക, മറക്കുക. ക്ഷമിക്കുക തന്നെയല്ല, മറന്നിട്ട് മറക്കുക എന്നുള്ള ഒരിക്കലും നടന്നില്ല എന്നുള്ള ചിന്തയിൽ വീണ്ടും കുടുംബത്തിലേക്ക് കയറി വരാനുള്ള മനസ്സുണ്ടാകണം. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അസൂയയ്ക്ക് അനുകമ്പയാണ് ഓപ്പോസിറ്റ്. കോപത്തിൻ്റെ ഓപ്പോസിറ്റ് ക്ഷമയാണ്. അതായത് ഈ ക്ഷമയോട് നമുക്ക് ദേഷ്യം വരുമ്പോഴേ ക്ഷമയോട് അത് കൈകാര്യം ചെയ്യാനുള്ള കൃപ. അത് ഈ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 3-11 വരെയുള്ള വ്യഭിചാരം ചെയ്ത സ്ത്രീയെ രാവിലെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുക. പുരുഷനില്ല, സ്ത്രീയെ മാത്രം. എല്ലാവരുടെയും എല്ലാ പുരുഷന്മാരുടെയും കയ്യിൽ കല്ലുണ്ട്, ഇപ്പോൾ എറിയെന്നും പറഞ്ഞു. യേശുക്രിസ്തു മാത്രം കല്ലില്ല. യേശു അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പച്ചനെന്താ നിലത്ത് എഴുതുകയാണ്. ഒരുപക്ഷെ അവരുടെ പേരായിരിക്കും, അവരുടെ പാപങ്ങളായിരിക്കും, അല്ലെ ഇവർ രക്ഷിക്കപ്പെടുന്നതിൽ ഈ സ്ത്രീയുടെ പേരെഴുതിയായിട്ട് അവർ കണ്ടു കാണും. വി ഡോണ്ട് നോ വാട്ട് ഹി റോട്ട്. ഇറ്റ്സ് നോട്ട് റിട്ടൺ. ഓരോരുത്തർക്ക് അവരവരുടെ സ്ഥിതിക്കനുസരിച്ച് ചേർക്കാം. എന്താന്നേലും എല്ലാവരും അവരവരുടെ കയ്യിലുള്ള കല്ല് താഴെ ഇട്ടേച്ചിറങ്ങിപ്പോയി. ആ ഒരു കോപസമയം അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുന്ന സമയത്ത് യേശുവിൻ്റെ സാന്നിധ്യം കല്ല് താഴെ ഇടിപ്പിച്ചു. അതോടുകൂടി അവൾക്ക് രക്ഷ കിട്ടി. അവളെ എന്നിട്ട് ഭർത്താവ് പറയുന്നുണ്ട്, ആരും നിന്നെ കുറ്റം പറഞ്ഞില്ലേ, ആരും എറിഞ്ഞില്ലേ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനിമേലിൽ പാപം ചെയ്യരുത്. അങ്ങനെ സ്നേഹത്തോടെ ഇടപെടാൻ നമുക്ക് ഒക്കുമോ? ഇന്ന് വരെയുള്ള പാപം എന്നേക്കായിട്ട് മായ്ച്ചു കളയാനുള്ള ശക്തി യേശുവിനുണ്ട്. നമുക്കും അധികാരമുണ്ട്. നമ്മൾ ഒരാളോട് ബ്ലാങ്കറ്റ് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മീൻ ചെയ്യുകയാണ്. കർത്താവ് അവരിലൊരു കുറവുമില്ല, ഞാനൊരു കുറവും കാണുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ 2 പ്രാവശ്യം പറയുമ്പോൾ അത് ജസ്റ്റിഫൈ ചെയ്ത് കഴിഞ്ഞു ദൈവം. നമ്മൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കും. ആദ്യം ഇതൊക്കെ മർമ്മങ്ങളാണ്. മടിക്ക് ഓപ്പോസിറ്റായിട്ട്, അലസതയ്ക്ക് ഓപ്പോസിറ്റായിട്ട് ഡിലിജൻസ്, ഉത്സാഹം വളർത്തിയെടുക്കണം എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേൽക്കണോ, തലേ ദിവസമേ ആലോചിക്കണം എന്ത് ചെയ്യണമെന്ന്. ഞായറാഴ്ച പള്ളിയിൽ പോകണോ വേണ്ടായോ, ഒരിക്കലും പോകൂല. പോകും, ഞാൻ ഇന്ന മണിക്ക് അവിടെ ചെന്നിരിക്കും, എഴുന്നേറ്റ് പോകും, എങ്ങനെയാണേലും പോകും. എങ്ങനെയാലും പള്ളി ചെല്ലും നമ്മൾ. അത് പോകുന്നില്ല, പോണോ വേണ്ടായോ, ഇന്ന് ആരാ അവിടെ പ്രസംഗിക്കുന്നത്, അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകൂല. അങ്ങനെ അവരെ കാണാനല്ലല്ലോ പോകുന്നത്, ദൈവത്തെ കാണാൻ. ഡിലിജൻസ്. ഞാൻ സൗദി അറാംകോയിലായിരുന്നപ്പം നല്ല തറോ ബൈബിൾ സ്റ്റഡിയാണ്. ബുക്സ് ആഫ്റ്റർ ബുക്സ് നമ്മൾ ബൈബിൾ എടുത്ത് പഠിക്കും. അപ്പം വളരെ പഠിത്തമുള്ളവർ, എല്ലാവരും പഠിത്തമുള്ള സ്ത്രീകൾ, അവർക്കാർക്കും ജോലിയില്ല. കാരണം പുരുഷന്മാർ നല്ല ജോലി, നല്ല ശമ്പളമുണ്ട്. നമ്മൾ സ്ത്രീകൾക്ക് അന്നേരം ജോലി അധികം കിട്ടാത്ത സമയം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്ന് വചനം പഠിക്കും. എല്ലാവരും അമേരിക്കൻസാണ്, വളരെ കുറച്ച് ഇന്ത്യൻസ്, വളരെ കുറച്ച് 1-2 പേര്, അധികം പേരില്ല. പിന്നുള്ളവർ ഫിലിപ്പീനോ, കൊറിയൻസ് അങ്ങനെയുള്ളവരാണ്. ഞാൻ എല്ലാ ദിവസവും പോകും. കാരണം എന്താ, ഐ വോണ്ടഡ് ടു സീ ദിസ് ഗോഡ്. ആരാണ് ഈ ദൈവമെന്ന്. അവിടെ വെച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ വചനം പഠിച്ചത്. പൗലോസിനെ കൊണ്ടതുപോലെ തന്നെ മരുഭൂമി കൊണ്ടുപോയിട്ട് എന്നെ പഠിപ്പിച്ചെടുത്തതാണ്. ചുമ്മാ ഒന്നും പഠിച്ചതല്ല, നല്ല തറവായിട്ട് പഠിപ്പിച്ചിട്ടാണ് ദൈവം വചനത്തിൽ നിർത്തിയിരിക്കുന്നത്. അപ്പം നമുക്കൊരു ഡിലിജൻസ് അല്ലെങ്കിൽ ഉത്സാഹം വളർത്തിയെടുക്കണം. അത് ചിലപ്പോൾ നമ്മുടെ ചില സുഖസൗകര്യങ്ങൾ മാറ്റേണ്ടി വരും, സാരമില്ലെന്ന്. അത് ചെയ്യണം. പിന്നെ ദ്രവ്യാഗ്രഹത്തിന് ഓപ്പോസിറ്റ് ജനറോസിറ്റിയാണ്, ഔദാര്യമായിട്ട് ഉള്ളത് എടുത്ത് കൊടുക്കുക. എനിക്കെല്ലാം തികഞ്ഞിട്ട് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ആർക്കും അത് ചെയ്യാനൊക്കത്തില്ല. യു ജസ്റ്റ് ഗിവ്, ബാക്കി തിരിച്ചു വരും. ഞാനിവിടെ എൻ്റെ ഈ ഒരു മാങ്ങയുടെ സീസൺ, ഒത്തിരി മാങ്ങ ഇവിടെയുള്ള മുമ്പിലുള്ള മാവെന്ന് ഒന്നും കളയണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ പെറുക്കിയെടുത്തിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുക. എടുക്കുന്നവരും അവിടുന്ന് ഇവിടുന്നും പിന്നെയും വീട്ടിൽ മാങ്ങ വരും. ഞാൻ പറയും, ഇതിനിപ്പോൾ എനിക്ക് മാങ്ങ വിതരണം ചെയ്യാനേ നേരമുള്ളൂ. കാരണം കൊടുക്കുന്തോറും ഇത് വർദ്ധിക്കുകയാണ്. വസ്ത്രങ്ങൾ കൊടുത്തു നോക്കുക, കൂടുതൽ വന്ന് കാണുക. പണം കൊടുക്കുന്നതിന് നമുക്കൊരു പിടുത്തമുണ്ട് അവിടെ. അതിന് ഏറ്റവും പറ്റിയത് വരുമ്പോഴേ കുറച്ച് കാശങ്ങ് മാറ്റി വെച്ചേക്കണം. ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് ടു ഡു. പിന്നെ അതും നമ്മൾ എടുക്കല്, ബാക്കിയോണ്ട് ദൈവം ഭംഗിയാക്കി ചെയ്തു തരും. ഗ്ലട്ടണി, അമിത ഭക്ഷണം, അതിനൊരു മിതത്വം ഉണ്ടാകണം. ഞാൻ ഇത്രേ കഴിക്കുന്നുള്ളൂ, അത് നമ്മൾ മനസ്സുകൊണ്ട് ആദ്യം ചിന്തിക്കുകയാണ്, എനിക്കിത്ര മതിയെന്ന്. അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടിട്ടുണ്ട്, വളരെ നിർബന്ധമാണ്, ഇത്രയും മതി, അതിൽ കൂടുതൽ വേണ്ട. ചിലർ ഒരു ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്നത്, ഭക്ഷണം ഒത്തിരി കഴിച്ചിട്ട് എന്തെടുക്കാൻ. ഭക്ഷണം കഴിക്കാതിരുന്ന ഒന്നുമല്ല, നമ്മുടെ ശരീരത്തിന് ഈ എല്ലുകൾക്ക് പൊക്കിക്കൊണ്ട് നടക്കാനുള്ള ശക്തിയെങ്കിലും ഉണ്ട്. ഒത്തിരി വണ്ണം വെച്ചാൽ എന്ത് ഗുണമാണ്? പിന്നെ അസുഖം കൊണ്ട് പലർക്ക് വണ്ണം വെക്കും. പക്ഷേ അമിത ഭക്ഷണം കൊണ്ട് എപ്പോഴും ദൂഷ്യമാണ് കൂടുതൽ. അതുകൊണ്ടൊരു മിതത്വം പ്രാപിക്കണം. ലസ്റ്റിന് ഓപ്പോസിറ്റ്, അതായത് ലൈംഗികമായ ആസക്തിയുള്ളവർക്ക് നിർമ്മലമായ ജീവിതം, ചാസ്റ്റിറ്റി ഉണ്ടാക്കാൻ, വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കണം.
നമ്മളത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് എനിക്കിതെല്ലാം പെട്ടെന്ന് നേടണം എന്നുള്ള ചിന്തയെടുത്ത് കളഞ്ഞിട്ട് കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ദൈവം അതെല്ലാം ഓർക്കസ്ട്രേറ്റ് ചെയ്യാണ്. ഈ മുള ഉക്കിളൊക്കെ നേടിയിട്ടുണ്ട്. ഈ വലിയ മുളകൾ, ചൈനീസ് ബാമ്പു എന്ന് പറയും. അതിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. 5 വർഷം ഈ മുള നട്ട് അതിൻ്റെ മുകളിലോട്ടൊന്നും കാണൂല. 5 വർഷം ഇത് എന്തെടുക്കാമെന്ന് നമുക്കറിയത്തില്ല. ഈ 5 വർഷവും ഈ ഭൂമിയുടെ അടിയിൽ ഇതിൻ്റെ വേരിങ്ങനെ പടർന്നുകൊണ്ടിരിക്കുക. അതായത് സ്പ്രെഡിങ് ദ റൂട്ട്. അവിടെ ഇങ്ങനെ റൂട്ടിങ്ങനെ. അത് കഴിയുമ്പോൾ 5-ാം വർഷം 80 അടി പൊക്കത്തിലാണ് ഇതിൻ്റെ ആ ഷൂട്ട് പൊങ്ങി വരുന്നത്. അത് ആ പൊങ്ങി നിൽക്കുന്നത് ആ വേരുകളാണ് അതിനെ പിടിച്ച് നിർത്തുന്നത്. 80 അടി പൊക്കം എന്ന് പറഞ്ഞാൽ ചെറുതാണ്. 4-5 നില പൊങ്ങിയില്ലേ, അതിൽ കൂടുതലാണ്. അപ്പോൾ 10 വെച്ച് നോക്കിയാൽ തന്നെ 8 നില. പോട്ടെ, 10 വേണ്ട, 12 ആണെങ്കിൽ തന്നെ 7 നിലയോളം പൊക്കത്തിൽ ഈ ബാംബു ഷൂട്ട് നിൽക്കുന്നതിൻ്റെ റീസൺ ദ റൂട്ട്സ് ആർ സ്പ്രെഡ് ഔട്ട്. അതാണ് ദൈവം ചെയ്യുന്നത്. നമ്മുടെ വേരുകൾ പടർത്തുകയാണ് ജീവൻ ഉറവിയിലേക്ക്. ഒരു സമയത്ത് നമ്മൾ പൊങ്ങി വരും. ഇതാണ് ഈ ജപ്പാനിലൊക്കെ എർത്ത് ക്വേക്ക് ഉള്ളിടത്ത് ദി സെയിം പ്രിൻസിപ്പിളാണ് അവർ അപ്ലൈ ചെയ്യുന്നത്. ദേ വിൽ നോട്ട് ബിൽഡ് സ്ട്രോങ് ഹൗസസ് ഓൺ ബ്രിക്സ് ആൻഡ് തിങ്. കാരണം അത് ഇടിഞ്ഞു വീണാൽ ആളുകൾ നശിക്കും. അതുകൊണ്ട് ആ കാറ്റത്താടിയാലും അത് വീഴാത്ത വിധത്തിൽ സ്പ്രെഡ് ഔട്ട് ചെയ്ത് ബേസ് ഇട്ടിട്ടാണ് അവർ വീട് പണിയുന്നത്, ഫ്ലാറ്റ്സ് അപ്പാർട്ട്മെൻറ്റ്സ് പണിയുന്നത്. അങ്ങനെ ആയിരിക്കണം നമ്മൾ ഭൂമിയോളം നമ്മൾ താണു നിന്ന് നമുക്ക് ഒരു സ്പ്രെഡ് വലയമുണ്ടാക്കണം. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് ഷൂട്ട് പൊങ്ങി വരണം. അപ്പം നമ്മൾ പിശാചിൻ്റെ അടിമത്വത്തിൽ നമ്മൾ പോകരുത്. നമ്മളൊരു ശുദ്ധീകരണം, നമ്മുടെ പാവം പോലും ദൈവം അറിയുന്നുണ്ട്. എന്ത് പാപമാണ് മനസ്സിൽ. നമുക്കൊരു മാനസാന്തരം, അന്തരത്തിലോട്ടാണെന്നല്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് മരിച്ച് നമ്മൾ യേശുവിൽ ജീവിക്കുന്നവരാണെന്ന് പറയുന്നു. എന്നിട്ട് പരിശുദ്ധാത്മാ നിറഞ്ഞവരാണെന്ന് പറയുന്നു. അപ്പം നമ്മൾ കർത്താവിൻ്റെ ഈ ചിറകിൻ്റെ, അതായത് പരിശുദ്ധാത്മാവിനെ എപ്പോഴും ഒരു പ്രാവ് പോലെ അല്ലെങ്കിൽ ഒരു പക്ഷി പോലെ, ഈ കഴുകൻ പോലെ നമ്മൾ കണ്ടാൽ ആ ചിറകിൻ്റെ അടിയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വെക്കുക. പറക്ക പറ്റുന്നിടം വരെ അവിടെ ഇരിക്കട്ടെന്നേ. ഈ വേണ്ടാത്ത സ്വഭാവം എടുത്ത് ദൂരക്കളഞ്ഞ് നല്ല സ്വഭാവം കൊണ്ട് നിറയ്ക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാഥ, എല്ലാത്തിനും വേദപുസ്തകത്തിൽ ഉത്തരമുണ്ട്. ഞങ്ങൾ വിചാരിച്ചതൊന്നും നേടത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ 5 വർഷം കൊണ്ട് ഈ വേരുകൾ ഭൂമിയുടെ അടിയിലോട്ട് പടരുന്നത് പോലെ നിൻ്റെ വചനത്തിൽ അടിസ്ഥാനമിട്ട് മൂലക്കല്ല്, ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ ഞങ്ങളെ പുതിയൊരു ഭവനം പണിതെടുക്കുമ്പോൾ എത്ര എർത്ത് ക്വേക്കട്ടെ, കാറ്റും കോളും വരട്ടെ, ഭൂമി ഇളകിപ്പോട്ടെ, അതൊന്നും പ്രശ്നമല്ല. കാരണം ക്രിസ്തുവാകുന്ന പാറയിലാണ് ഞങ്ങൾ വീട് പണിയുന്നത്. മണലിന്മേൽ പണിയുന്ന വീട് എളുപ്പം പണിയും, അത് പക്ഷേ ഒറ്റ കാറ്റിന് വീണുപോകും. പക്ഷെ ഞങ്ങൾ പണിയുന്നത് പാറമേൽ. കർത്താവേ, അടിയിലേക്ക് റൂട്ട് ഇറങ്ങി ചെന്നിട്ട് ജീവവെള്ളത്തിൽ തൊട്ടിട്ട് അതിൽ നിന്നൊരു പുതിയ വൃക്ഷം, പുതിയ ജീവനുണ്ടാകും. ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം കായ്ക്കാൻ ഞങ്ങളെ പഠിപ്പിക്കും. ക്രിസ്തുവാകുന്ന യേശുവിൽ നിന്ന്, ജീവൻ്റെ ഉറവിടമാകുന്ന യേശുവിൽ നിന്ന്, നന്മയുടെ ഉറവിടമാകുന്ന ദൈവത്തിൽ നിന്ന്, സത്യത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് ഞങ്ങളെ നിറച്ച് അതിൽ വളർന്ന് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സങ്കീർത്തനം 1 പറയുന്നത് പോലെ കർത്താവെ, ഞങ്ങൾ ആറ്റരികത്ത് നട്ടിരിക്കുന്ന നല്ല വൃക്ഷമാണ്. അത് ഞങ്ങൾ ചെയ്യുന്നതൊക്കെ സഫലമാക്കി തരണം. ഞങ്ങൾ അധ്വാന ഫലത്തിൻ്റെ അനുഭവം ഞങ്ങൾക്കും തലമുറകൾക്കും തരണം. അതിലേക്ക് കടന്നു വരാനുള്ള വിനയം അവർക്ക് ഇട്ടുകൊടുക്കണം. വേദപുസ്തകത്തിൽ എല്ലാത്തിനും ഉത്തരങ്ങളുണ്ട്. പക്ഷേ മനക്കെട്ട് പഠിക്കാനോ അത് വായിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ ആരും പഠിക്കത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുതു സൃഷ്ടിയായാൽ അവൻ പഴയത് കഴിയും. പഴയതെല്ലാം ജഡീക ശക്തികൾ, അത് അഴിഞ്ഞു പോയിട്ട് പുതിയ ആത്മാവിനെ കൊണ്ട് നിറച്ച് പുതു സൃഷ്ടിയാക്കണമേ. അവിടെ നിന്ന് അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനകളുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ, ആമേൻ.